ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രാവണി ഫാമിലി വ്ളോഗ്സ്. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 ദിവസത്തെ വീഡിയോസ് ചേർത്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് മലയ്ക്ക് പോയിട്ട് വന്ന അരവണ പായസം ഇപ്പോഴും കഴിഞ്ഞിട്ടൊന്നുമില്ല. നമ്മുടെ കുഞ്ഞാറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പ്രാവശ്യം അവൾ എടുത്ത് കഴിക്കാനുണ്ട്. അവൾക്ക് എപ്പോൾ പായസം വേണമെന്ന് പറയുമ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. 5-6 ഡെപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ലാസ്റ്റ് ഒരേ ഒരു ഡെപ്പ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ കുറച്ച് ശേഷം ഇങ്ങനെ എടുത്ത് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇപ്പോഴത്തെ കാലാവസ്ഥ പറയണ്ടല്ലോ, ഭയങ്കര മഞ്ഞും തണുപ്പാണ്. എന്താ പറയുക, ഒരു 7-8 മണി ആയാലും ആ മഞ്ഞിനൊന്നും ഒരു കുറവും ഉണ്ടാവില്ല. അപ്പോൾ രാത്രി കിടക്കുമ്പോൾ എൻ്റെ കുഞ്ഞാറ്റ സ്വെറ്ററൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ കിടക്കുന്നത്. എന്താ കണ്ടില്ലേ, നീച്ച് വന്ന പാടെ തന്നെയായിരുന്നു കേട്ടോ പണി ആ പായസം കഴിക്കൽ. നമ്മുടെ ഉമ്മർത്ത് കായക്കോല ഉണ്ടായിട്ടുണ്ട്. അത് കറക്റ്റ് കരണ്ട് കമ്പിയുടെ ആ ഒരു മോളിക്കായിട്ടാണ് നിൽക്കണത്. അപ്പോൾ ഏകദേശം പാകമായപ്പോൾ ഞങ്ങൾ കായൊക്കെ വെട്ടി, ഞങ്ങളുടെ അല്ല കേട്ടോ കായ, എന്നാലും ഞങ്ങളുടെ സ്വന്തമാണെന്ന് പറയുക. അതായത് തൊട്ടടുത്ത വീട്ടിലത്തെ വല്യച്ഛൻ്റെ എണ്ണ, അവിടെ ആ കായ ഉണ്ടായ മൊത്തം നമ്മുടെ സനുവിനെയും കുഞ്ഞാറ്റയ്ക്കും ഉള്ളതാണ്. ഈ ഒരു പഴം അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പഴുപ്പിക്കാൻ തന്നെ വെക്കുന്നത്. ഇനി അവിടെ പോയി ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് പോയി പറിച്ചെടുക്കലാണ് പണി പഴുത്ത് കഴിഞ്ഞാൽ. പിന്നെ അന്നേ ദിവസം തന്നെ ഞാൻ വർക്കിനൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ കുഞ്ഞായിട്ട് നല്ല ഉറക്കത്തിലായിരുന്നു. ഒരു വ്യാഴാഴ്ച ദിവസമാണ് കേട്ടോ ഇത്. അതായത് പിറ്റേ ദിവസം നമ്മുടെ സനുവിനെ സ്കൂളിലേക്ക് സെലിബ്രേഷനാണ്. അപ്പോൾ അവൾക്ക് റെഡ് ഫ്രോക്ക് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളത് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സാനു സ്കൂൾ വിട്ട് വന്നപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്. ലാസ്റ്റ് ദിവസത്തെ എക്സാം കഴിഞ്ഞിട്ടാണ് കേട്ടോ വരുന്നത്. ഇനി നാളെ സ്ലേറ്റ് കൊണ്ടുപോകണ്ട, ബുക്ക് കൊണ്ടുപോകണ്ട, ഡ്രസ്സ് മാത്രം ഇട്ട് വന്നാൽ മതി. റെഡോ അല്ലെങ്കിൽ വൈറ്റോ ഡ്രസ്സ് ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവൾക്ക് പുതിയ ഡ്രസ്സ് വേണം, ഒന്നും പുതിയതില്ല, ഒക്കെ നാശമായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാനുവിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഇറങ്ങണ കണ്ടപ്പോൾ നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് ഇച്ചും പറഞ്ഞിട്ടാണ് കേട്ടോ ഡ്രസ്സ് എടുക്കാൻ വന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ ഡെയിലി പോകുന്ന സേവ് ടൗണിലേക്കാണ് പോയത്. പക്ഷെ അവിടെ എന്തോ പറ്റിയ സെറ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ അതിന് ശേഷം നമ്മൾ കന്മണിയിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പോഴും ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ സ്ഥിരം പോകുന്ന കടകളാണ് കേട്ടോ ഈ 2 കടകളും. പക്ഷെ അവിടെ ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഒന്നും സെറ്റായത് ഉണ്ടായിരുന്നില്ല, ഇവർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഒരു ചെറിയൊരു കടയിലേക്കാണ് കേട്ടോ പോയത്, ചെറുതുരുത്തി തന്നെ ഉള്ളത്. ഇവിടെ ഡിസ്പ്ലേയിൽ ഇട്ട ആ ഒരു സെറ്റ് ഞങ്ങൾ വേറെ ഒന്നും നോക്കിയില്ല, അത് മാത്രമാണ് സെലക്ട് ചെയ്തത്. അവിടെ ചെന്നപ്പോൾ കുറേ ഡ്രസ്സൊന്നും വലിച്ചു വരിയിടേണ്ട ആവശ്യം വന്നില്ല കേട്ടോ. ഈ ഒരു ഡ്രസ്സ് മാത്രമേ ഞങ്ങൾക്ക് ഫസ്റ്റ് ചെന്നപാട് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഇട്ട് നോക്കിയപ്പോഴാണെന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, കുഞ്ഞാറ്റയുടെ കയ്യിലും സനുവിൻ്റെ കയ്യിലും ഡ്രസ്സ് ഒരേ മെറ്റീരിയലും ഒരേ ക്ലോത്തും ആയിരുന്നു കേട്ടോ. ഭയങ്കര രസമുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിയതിന് ശേഷം നേരെ ചെന്നിട്ട് നമ്മുടെ ചെറുതുരുത്തിയിലുള്ള ഫാമിലിയിലേക്കാണ് കേട്ടോ. സനുവിനെ സ്കൂളിലേക്ക് ഇട്ട് കൊണ്ടുപോകാൻ അതിന് സെറ്റായ വളയും മാലയും, അതുപോലെ സനുവിന് മാത്രമല്ല കേട്ടോ കുഞ്ഞാറ്റിക്കും അതേ സെയിം തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞളവിൽ വളയും മാലയും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്ത് നമ്മൾ നേരെ ചെന്നത് ഹംദി കുഴിമന്തിയിലേക്കാണ് കേട്ടോ. അവിടെ ചെന്നിട്ട് ഞാനൊരു ബിരിയാണി ഓർഡർ ചെയ്തു. ഏട്ടെന്താ അൽഫാമും കുബൂസാണ് കേട്ടോ വാങ്ങിയത്. എന്നിൽ പിന്നെ മാറ്റമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും ബിരിയാണി തന്നെയാണ് വാങ്ങുക. അപ്പോൾ നമ്മുടെ കുഞ്ഞാറ്റിക്കും സനുവിനും എൻ്റെ നിന്ന് കുറച്ച് റൈസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലെത്തി. പക്ഷേ ഏറ്റവും വലിയ രസം എന്താ അറിയോ, ഏട്ടൻ ഫോൺ ചാർജ് വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ചാർജറിൻ്റെ സ്വിച്ച് ഓൺ ആക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ ആ ഒരു 5% കേട്ടോ ചാർജ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതേ 5% തന്നെയായിരുന്നു. അതായിരുന്നു ഏറ്റവും വലിയ രസം ഉണ്ടായിരുന്നു അന്നത്തെ. ഈ ഒരു 2 ഡ്രസ്സുണ്ട് നമ്മൾ കുഞ്ഞാറ്റിക്കും സനുവിനെയും എടുത്തിട്ടുണ്ടായിരുന്നത്. എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഒരു പിറ്റേ ദിവസമാണ് കേട്ടത്. എക്സാമൊന്നും ഇല്ലല്ലോ, സെലിബ്രേഷനെ പോകേണ്ട തിരക്കിൽ സനുക്കുട്ടി നല്ല നേരത്തെ തന്നെ നീച്ചിട്ടുണ്ടായിരുന്നു. രാത്രി എത്ര നേരം വൈകിട്ട് കിടന്നാലും അവൾ ആ ഒരു സന്തോഷത്തിലായിരുന്നു കേട്ടോ. ഉറക്കത്തിലൊക്കെ അവൾ നാളെ സെലിബ്രേഷനെ പോകണം, ആ ഉടുപ്പിടണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ഫുൾ അത് തന്നെയായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 7 മണിയൊന്നും ആവാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. 6 മണി 6:30 നേരത്തെ തന്നെ അവൾ നീച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് മാവൊക്കെ കഴിച്ച് പിന്നെ അടുത്ത സ്റ്റെപ്പ് മേക്കപ്പിലാണല്ലോ. ഇന്ന് ഐലൈനർ എഴുതാനും പൗഡർ തൊടാനും ഒന്നും ഒരു മടിയും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അവൾക്ക് എവിടേക്ക് പോകുമ്പോഴും കണ്ണെഴുതാനും ഒന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ആകെ എന്താ പറയുക, കണ്ണൊക്കെ എഴുതി അലങ്കോലാവും. പക്ഷെ ഇന്ന് മാത്രം എന്തോ നല്ല നീറ്റായിട്ട് അവൾ കാട്ടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഈ അവസാനം ഈ ഒരു മുടിയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നുള്ള ഡൗട്ടായി. ഇനിയിപ്പോൾ യൂണിഫോം ആണെച്ചാൽ നമുക്ക് 2 പുറം കെട്ടാമല്ലോ. ഈ ഒരു മുടി ആണെച്ചാൽ കറക്റ്റായിട്ട് നിൽക്കുന്നില്ല. അങ്ങനെ കേട്ടോ നമ്മുടെ സനുവിനെ ചെറുപ്പത്തിൽ ബോയ് കട്ട് വെട്ടിയ കാരണമാണ് കേട്ടോ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു യു ഷേപ്പിൽ നിൽക്കുന്നത്. എല്ലാം കൂടി പിടിച്ച് കെട്ടാനാണെന്ന് വെച്ചാൽ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്ന കാരണം മുടി എന്താ പറയുക ഫ്രണ്ടിലൊക്കെ അവിടെയും ഇവിടെ ആയിട്ട് വീഴും. അപ്പോൾ നേരവണ്ണം കെട്ടാൻ പറ്റുന്നില്ല. അവസാനം എങ്ങനെ കെട്ടേണ്ടതെന്ന് ചിന്തിച്ച് ഞാൻ വിചാരിച്ചു നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ തൊപ്പി ഉണ്ടല്ലോ അത് മാത്രം വെച്ച് കൊടുക്കാമെന്ന്. അതുകൊണ്ട് തന്നെ മുടിയൊന്നും കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. സൈഡ് ഒന്ന് ചീന്തി എനിക്ക് ജസ്റ്റ് ഒരു സ്ലൈഡ് കുത്തുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്.
എനിക്കിതാ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. എന്തൊരു അനുസരണയോട് കൂടിയിട്ടാണല്ലേ നമ്മുടെ സനു നിൽക്കണത്. എന്നും സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ആയാൽ എത്ര നന്നായിരുന്നു. അവൾക്ക് എവിടേക്കെങ്കിലും പുറത്തേക്ക് പോകുമ്പോൾ പുതിയ ഡ്രസ്സ് ഇടുക അങ്ങനെയൊക്കെ ആകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. എത്ര പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കേൾക്കും. അല്ലെങ്കിൽ എന്താ അവൾ പറഞ്ഞത് നമ്മൾ കേൾക്കണം. ഓരോന്ന് കഴിയുമ്പോഴും ഞങ്ങൾ കണ്ണാടിക്ക് മുന്നിൽ ഫാഷൻ ഷോ കാണിക്കുമായിരുന്നു. ഒരു കണ്ണ് എഴുതി കഴിഞ്ഞാൽ അപ്പോൾ കണ്ണാടിക്ക് മുന്നിൽ നോക്കും, ഒരു പുരികൻ എഴുതി കഴിഞ്ഞാൽ അപ്പോൾ കണ്ണാടിക്ക് മുന്നിൽ നോക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അവസാനം ആ ഫാഷൻ ഷോ കാണിച്ച് 8:30 ആവാറായിട്ടുണ്ടായിരുന്നു. അവസാനത്തെ ആ ഫൈനൽ ലുക്ക് ഇങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ, എങ്ങനെയുണ്ട് നമ്മുടെ സനിക്കുട്ടീനെ കാണാനെന്ന്. ഒക്കെ റെഡി ആയതിനു ശേഷം പിന്നെ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. എനിക്കുള്ള ഡൗട്ട്, ഇന്ന് സനുവിനെ സെലിബ്രേഷൻ ആയ കാരണം ഈ റെഡ് ഡ്രസ്സ് ഇട്ടു നമ്മുടെ കുഞ്ഞാറ്റിക്ക് എന്നാ ഇടിപ്പിക്കുക എന്നുള്ളതാണ്. 25-ാം തീയതി ക്രിസ്മസിൻ്റെ അന്നൊരു ചെറിയ ഫോട്ടോഷൂട്ട് ആവാല്ലേ. ലോകത്തിനാഥൻ പിറന്നുവല്ലോ, താരം ഉദിച്ചുവല്ലോ, മഞ്ഞിൻ തണുപ്പിൻ തൊഴുത്തിലല്ലോ ഉണ്ണി പിറന്നുവല്ലോ, കൂട്ടിന് തൊഴരിടയരല്ലോ യേശു വളർന്നുവല്ലോ, നാടാകെ ശോഭ ചൊരിഞ്ഞു. അങ്ങനെ റെഡിയായി സനിക്കുട്ടി സ്കൂളിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അമ്മയാണ് കേട്ടോ കൊണ്ടുപോയാക്കണത്. അതിന് ശേഷം ഞാനും ഏട്ടനും കുഞ്ഞാറ്റയും കൂടിയിട്ട് നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് വൈറ്റമിൻ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകാനാണ് കേട്ടോ നിൽക്കണത്. 6 മാസം കൂടുന്തോറും നമ്മൾ പിള്ളേർക്ക് വൈറ്റമിൻ കൊടുക്കണം. ഇപ്പോൾ 2.5 വയസ്സിൻ്റെ വൈറ്റമിനാണ് കേട്ടോ നമ്മുടെ കുഞ്ഞാറ്റിക്ക് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ 2 വയസ്സായപ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മെയ്യിലായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ കറക്റ്റ് 6 മാസമായി. അപ്പോൾ അതന്ന് കൊടുക്കാനായിട്ട് പോവുകയാണ്. 2 വയസ്സിലുള്ള പോളിയോ കുത്തിവയ്പ്പിന് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. കരച്ചിലും വേദനയും ബഹളമായിട്ട് 3 ദിവസം. അതെനിക്ക് വലിയൊരു ഓർമ്മ തന്നെയാണ് കേട്ടോ. ആ ഒരു 3 ദിവസം സത്യം പറഞ്ഞാൽ എന്നെ ഉറങ്ങാനൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല പെയിൻ ആയിരിക്കില്ല. അതേ സമയത്ത് തന്നെ ആയിരുന്നു നമ്മുടെ സനുവിൻ്റെ 5 വയസ്സിൻ്റെ കുത്തിവയ്പ്പ് ഉണ്ടായിരുന്നത്. നമ്മുടെ പൈങ്കളത്തുള്ള അയ്യപ്പേശമ്പടി ഹെൽത്ത് സെൻറ്ററിലാണ് കേട്ടോ കുത്തിവെപ്പും വൈറ്റമിനൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞാറ്റാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ എന്താണെന്ന് വിചാരിച്ചിട്ടാണ് പോണത്. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് കേട്ടോ മുപ്പത്തിയാർക്ക് മനസ്സിലായത് എന്തോ ഒരു വശപ്പശക ഉണ്ട് എന്ന്. എല്ലാവരെയും കണ്ടപ്പോൾ അവളുടെ മുഖമൊക്കെ ആകെ പോയിട്ടുണ്ടായിരുന്നു. ആദ്യമൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. ആളെന്നെ വെയിറ്റൊക്കെ നോക്കി കുറേ നേരം അതിലൊക്കെ നിന്നൊക്കെ കുറേ നേരം കഴിച്ചു. പിന്നെ നമ്മുടെ കുഞ്ഞാറ്റിൻ്റെ ആ ഒരു ബുക്കില്ലേ വൈറ്റമിനും പോളിയോടൊക്കെ എഴുതുന്ന ബുക്ക് നമ്മുടെ മിസ്സായിട്ടുണ്ടായിരുന്നു. പിന്നെ 2ാമത് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അത് ആ വൈറ്റമിനൊക്കെ കൊടുത്ത് ആ വൈറ്റമിൻ കൊടുക്കുമ്പോൾ ഭയങ്കര വാശി പിടിച്ചിട്ട് കരഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ചെന്നപ്പോൾ തന്നെ അവിടെ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. 4-5 പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 3-4 പേരെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ അവിടുന്ന് നേരെ നമ്മുടെ ഷൊർണൂർ മാരിയമ്മൻ കോവിലേക്കാണ് വന്നിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ അറിയാമായിരിക്കും, നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും പറ്റുന്ന സമയത്ത് നമ്മൾ ഈ അമ്പലത്തിലേക്ക് വരാറുണ്ട്. ഇവിടെ എല്ലാ മാസത്തിലും 3-ാമത്തെ വെള്ളിയാഴ്ച ഇവിടെ പൂജ നടക്കാറുണ്ട്. പ്രധാനമായിട്ടും അന്നദാനം. ഇവിടുത്തെ പ്രധാന വഴിപാട് നാരങ്ങ പൂജയാണ്. നാരങ്ങ വിളക്ക് എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ എല്ലാ മാസവും വന്ന് ഈ പൂജയൊക്കെ ചെയ്യാറുണ്ട്. അതിനുശേഷം നേരെ പോയി ഫുഡൊക്കെ കഴിച്ചു. വീടിനടുത്തുള്ള നമ്മുടെ കുഞ്ഞാറ്റയുടെ ബെസ്റ്റ് ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ തൊട്ടടുത്തുള്ളതാണ്. അപ്പോൾ ഇവരെന്നെയാണ് അവിടെ ഒന്നിച്ച് കളിക്കാറുള്ളത്. അപ്പോൾ അത് അവിടെ എത്തിയപ്പോൾ പിന്നെ ഞങ്ങളതിന് ആരെയും വേണ്ട, 2 പേരും കൂടിയിട്ട് കൈയൊക്കെ പിടിച്ച് നടക്കുന്നുണ്ട്. പിന്നെ ബസ്സിൽ കയറിയപ്പോൾ എന്തൊക്കെയോ കയ്യും കൊണ്ടൊക്കെ ഒരു ആക്ഷൻ കാണിക്കുന്നുണ്ട്. ബസ് എന്നത് ആ പ്രഭിതേനെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ സനുവിൻ്റെയൊക്കെ ഡാൻസ് ക്ലാസ്സിലുള്ള കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അവളത് കോലുമിഠായിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എവിടെ പോയാലും ഞങ്ങൾക്ക് ഓരോ മിഠായിയൊക്കെ കിട്ടൂലേ. അതാ അങ്ങനെ നേരെ വീട്ടിലേക്ക് വന്നു. ഫ്രിഡ്ജൊക്കെ ആകെ അലങ്കോലമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്തു. വൈകുന്നേരം ആയപ്പോൾ സനുക്കുട്ടി വന്നു. ഭയങ്കര സന്തോഷത്തിൽ. ഇനി 10 ദിവസം ഫുൾ അടിച്ചുപൊളിയാണല്ലോ. ഇനി 10 ദിവസം 2 പേരേനെയും കൊണ്ട് എങ്ങനെയാണെന്ന് ഞാൻ ചിന്തിക്കണേ. അപ്പം നമ്മുടെ വിശേഷം ഇത്രയൊക്കെയുള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വരും വരെ ബായ്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.